നമസ്കാരം. ശബരിമലയിൽ സ്വർണ്ണ തിരിമറി നടത്തിയെന്ന കോടതി നിരീക്ഷണത്തിൽ കോടതി ഉത്തരവ് വരുന്നതോടെ സംസ്ഥാന സർക്കാരും ദേവസ്വം വകുപ്പും പ്രതിക്കൂട്ടിലാവുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളിയിൽ 475 ഗ്രാമോളം നഷ്ടമായെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. വിജിലൻസ് കണ്ടെത്തലുകളിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയെ കേസിൽ കക്ഷി ചേർത്തു. ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് കോടതിയുടെ നടപടി. ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. മഹസറിൽ രേഖപ്പെടുത്തിയത് ചെമ്പ് പാളി എന്നാണ്, സ്വർണം എന്നല്ല. ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചപ്പോൾ സ്വർണത്തിന്റെ പാളി ഉണ്ടായിരുന്നു. ഇത് മാറ്റാൻ പോറ്റി ഇവർക്ക് നിർദ്ദേശം നൽകി. 474.99 ഗ്രാം സ്വർണത്തിന്റെ ക്രമക്കേട് നടന്നുവെന്ന് വ്യക്തമായെന്നും കോടതി നിരീക്ഷിച്ചു. സ്വർണം കാണാതായതിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസ് സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായാണ് മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനും കൈമാറും. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചിന് മുൻപാകെ SITയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് ട്രെയിനിംഗ് കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ H. ശശിധരൻ ഹാജരായി. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പാലിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും ജയിലറ എണ്ണും. ശബരിമല സ്വർണ്ണപ്പാളിയിൽ 475 ഗ്രാമോളം നഷ്ടമായെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. നിഷ്പക്ഷ അന്വേഷണം വേണം. പോലീസ് മേധാവിയെ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് കോടതിയുടെ അതിനിർണായകമായ വിലയിരുത്തൽ വരുന്നത്. ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിരുന്നു. പോറ്റിക്ക് കൈമാറിയ സമയത്ത് മഹസർ തയ്യാറാക്കിയതിൽ തന്ത്രിയും ഒപ്പിട്ടിട്ടുണ്ട്. മഹസറിൽ രേഖപ്പെടുത്തിയത് ചെമ്പ് പാളി എന്നാണ്, സ്വർണം എന്നല്ല. 14 ശില്പനങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി. അതിൽ സ്വർണത്തിന്റെ പാളി ഉണ്ടായിരുന്നു. ഇത് മാറ്റാൻ പോറ്റി അവർക്ക് നിർദ്ദേശം നൽകി. 474.99 ഗ്രാം സ്വർണത്തിന്റെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. എന്തായാലും അതിനിർണായകമായ വാർത്തയാണ് കോടതിയുടെ വിധിയിലൂടെ പുറത്തേക്ക് വരുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം പോറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഇത് പോറ്റി ഇതുവരെ ബോർഡിന് കൈമാറിയിട്ടില്ല. നിഷ്പക്ഷ അന്വേഷണം നടത്തണം. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി അറിയിക്കണം. 6 ആഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. പോലീസ് മേധാവി എന്തായാലും കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും 6 ആഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി പറയുമ്പോൾ കടുപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ശബരിമലയിലെ സ്വർണ്ണ വിവാദത്തിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2019 സ്വർണം പൂശിയ സമയത്ത് 474.99 ഗ്രാം സ്വർണമാണ് കാണാതായിട്ടുള്ളതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ റിപ്പോർട്ട് ഇന്ന് തന്നെ ദേവസ്വം ബോർഡിന് കൈമാറാനും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ബോർഡ് ഇത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറണം. തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകണം SIT കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കേണ്ടതെന്നാണ് കോടതി പറയുന്നത്.